MJ അങ്കിൾ, നമ്മൾ ഇവിടെ ഒരു സ്പെഷ്യൽ ആളെ കൊണ്ടുവരാൻ പോവാണ്. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ വളരെയധികം സ്പെഷ്യലാണ്. കാരണം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള, അത് ചിലപ്പോൾ ഒരു മകനായിട്ടാവാം, നല്ലൊരു ഫ്രണ്ടായിട്ടാവാം, എനിക്കൊരു പക്ഷേ നല്ലൊരു സഹോദരനായിട്ടാവാം, അങ്ങനെ നമ്മളെല്ലാവരും ഒരുപാട് സ്നേഹിക്കുന്ന, പലയിടങ്ങളിലും ഞാൻ ഇദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ വിചാരിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും നമ്മുടെ ടോപ്പ് സിംഗറിൽ പാടാനുള്ള ഒരു അവസരം വരും, അങ്ങനെ നമുക്കിരുന്ന് കേൾക്കാനായിട്ട് പറ്റും എന്നൊക്കെ. അങ്ങനെ അവസാനം അങ്ങനെ ഒരു അവസരം വന്നിരിക്കുകയാണ്. നിരഞ്ജനാണ് ഇവിടെ എത്തുന്നത്. എസ്പെഷ്യലി MJ അങ്കിളിനെ കാണാനാണ് ഇന്നിവിടെ വരാൻ പോകുന്നത്. നമുക്ക് വിളിച്ചാലോ? ലെറ്റ്സ് വെൽക്കം നിരഞ്ജൻ. ഹായ് നിരഞ്ജൻ. ഹായ്. ഹായ് നിരഞ്ജൻ. ഇവിടെ നമസ്കാരം. നമസ്കാരം. ഹലോ. ഹലോ മീനുകുട്ട, എന്തോ എൻ്റെ നിരഞ്ജൻ സംഗീതം കൊണ്ട് ജീവിതത്തിന്റെ പ്രതിസന്ധികളെ മറികടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മകനാണ് ഈ നിരഞ്ജൻ. അവൻ പാടുമ്പോൾ അവനൊരു പുതു സൗന്ദര്യമുള്ള ഒരു ലോകത്തെ, അതിൻ്റെ വാതിലുകളെ തുറക്കുന്നുണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നുണ്ട്. നമ്മൾ പോലും അറിയാതെ ആ ലോകത്തേക്ക് അവൻ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാറുണ്ട്. അങ്ങനെയാണ് അവൻ്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. ഈ ജീവിതത്തിൽ ഏറ്റവും നിത്യ സത്യസന്ധമായിട്ടുള്ള ശബ്ദം നിരഞ്ജൻ്റേതാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. യഥാർത്ഥത്തിൽ നിരഞ്ജൻ സംഗീതത്തെ തിരഞ്ഞെടുത്തതല്ല, സംഗീതം നിരഞ്ജനെ തിരഞ്ഞെടുത്തതാണ്. മകനെ, ഒത്തിരി സ്നേഹം. ഈ ടോപ്പ് സിംഗർ സീസൺ 6 ഫ്ലോറിൽ നിരഞ്ജന്റെ കൂടെ നിരഞ്ജന്റെ അച്ഛനും അമ്മയും ഉണ്ട്. നമസ്കാരം. അച്ഛൻ രാംദാസ് സർ, അമ്മ പ്രജിത മാഡം. ഒത്തിരി കാലമായിട്ട് എനിക്ക് നിരഞ്ജനെ അറിയാം, നന്നായിട്ട് അറിയാം, ഇവരെയും അറിയാം. അപ്പോൾ എത്രത്തോളമാണ് ഈ മകനെ ഇങ്ങനെ അവർ കൊണ്ടു നടക്കുന്നത് എന്നുള്ളത് എനിക്കറിയാം. നിരഞ്ജൻ +2 കഴിഞ്ഞു. ഇപ്പോൾ BA മ്യൂസിക് കംപ്ലീറ്റ് ചെയ്യാണ് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ. കർണാട്ടിക് മ്യൂസിക്കും ഹിന്ദുസ്ഥാനി മ്യൂസിക്കും ഒരേ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നു നമ്മുടെ നിരഞ്ജന്. അതുപോലെ പാട്ടുകൾ പാടുമ്പോഴും, നമ്മുടെ സിനിമാ പാട്ടുകളും അല്ലാത്ത പാട്ടുകളൊക്കെ പാടുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു സോൾ വരുന്നു നിരഞ്ജൻ പാടുമ്പോൾ. 150-ൽ പരം സ്റ്റേജ് ഷോസ് അത് ചെയ്തിട്ടുണ്ട്. ഒരു പാട്ട് ഒരൊറ്റ പ്രാവശ്യം കേട്ടാൽ മനപാഠമാണ്. അതുപോലെ ഗസലുകൾ പാടുന്നത് അത്ഭുതമാണ്. ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട്, സ്വന്തമായിട്ട് ഒരു ട്രൂപ്പുണ്ട്. ഇതൊക്കെയാണ് നിരഞ്ജന്റെ കഥ. ഇനി നിരഞ്ജന്റെ പാട്ട് കേൾക്കാം. അതിനു മുമ്പേ അച്ഛനോടും അമ്മയോടും ഒന്ന് സംസാരിക്കാം നമുക്ക്. നിരഞ്ജന്റെ ഈ യാത്രയെ പറ്റി ഒന്ന് പറയാമോ? എല്ലാ കുട്ടികളും വ്യത്യസ്തരാണ്. നിരഞ്ജനാലേക്ക് കുറച്ചും കൂടി വ്യത്യസ്തമുള്ള കുട്ടിയാണ്. ഇപ്പോൾ 23 വർഷമായി നിരഞ്ജന്റെ കൂടെയാണ് യാത്ര ഞങ്ങൾ ആരംഭിച്ചിട്ട്. ഒരുപാട് വേദികളിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ. ഇപ്പം ഞങ്ങളുടെ വീട്ടില് 3-4 അലമാര നിറച്ചവനുള്ള ഉപഹാരങ്ങളൊക്കെ ഞങ്ങളെ ബഹുമാനിക്കുന്ന പ്രബുദ്ധ പ്രേക്ഷകർ നൽകിയിട്ടുള്ള സമ്മാനങ്ങൾ. അപ്പോൾ നമ്മളിപ്പോൾ നിരഞ്ജൻ്റെതായ ഒരു ലോകമുണ്ട്. ശരിക്കും ആ ലോകത്ത് സംഗീതം അല്ലാണ്ട് വേറെ ഒന്നുമില്ല. സംഗീതത്തിൽ നമുക്ക് അവൻ അടർത്തിയെടുക്കാനും പറ്റില്ല, നമുക്കൊന്നും കൂട്ടിച്ചേർക്കാനുമില്ല. ഇപ്പം വളരെ കൃത്യമായിട്ട് ഇന്നലെ ഇപ്പോൾ ഈ പാട്ടൊക്കെ സെലക്ട് ചെയ്തു. ഇന്നലെ തന്നെ ഇപ്പം ഇന്ന് നിങ്ങളിങ്ങനെ ഫ്ലോറിൽ വരുന്നതിന് മുമ്പ് തന്നെ അവൻ ഒറിജിനൽ കേട്ട് പഠിക്കും. അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു, ഒരു പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിച്ചേരാനുള്ള അവൻ്റെ ഒരു നിശ്ചയദാർഢ്യം കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത്. മാത്രമല്ല വേറൊന്നും കൂടി പറഞ്ഞു, അവിടെ ചെന്നാൽ അവർ നിർദ്ദേശിക്കുന്ന ഏത് പാട്ടും ഞാൻ പാടാം. അതാണ് ആ ചേഞ്ച്. മറ്റേത് അങ്ങനെ നമുക്ക് നടക്കില്ല. കാരണം അവൻ തീരുമാനിക്കുന്ന സോങ് ലിസ്റ്റിന് അപ്പുറം ഞങ്ങൾക്ക് ഒരു സ്റ്റേജിലും അവനെ കൂടി പെർഫോം ചെയ്യാൻ പറ്റാറില്ല. ഞാൻ പറയുന്നത് ഈ പോരാട്ടം നിരഞ്ജന് വേണ്ടി മാത്രമുള്ള പോരാട്ടമായിട്ടും കാണരുത്. കാരണം ഞങ്ങളെങ്ങനെ കൂടാന്നില്ലെങ്കിൽ നിരഞ്ജൻ എന്ത് ചെയ്യുമായിരുന്നു എന്നൊരു പ്രശ്നമുണ്ട്. എല്ലാ കുട്ടികളെയും ചേർത്ത് പിടിക്കുന്നതാവണം നമ്മുടെ സംഗീത സമീപനം എന്നുള്ളത് ഒരു വളരെ എളിയ നിർദ്ദേശമാണ് എനിക്ക് നൽകാനുള്ളത്. എല്ലാ കുട്ടികളും ഭൂമിയിലെ നക്ഷത്രങ്ങളാണ്. നിരഞ്ജന സംഗീതം എല്ലാവർക്കും സന്തോഷം നൽകട്ടെ. ഇഷ്ടപ്പെട്ട പാട്ട് അമ്മ മഴക്കാരനെന്നാണ് അറിഞ്ഞത്. അമ്മ മഴക്കാർ സാറിനെ കേൾപ്പിച്ചു കൊടുത്തിരുന്നത്. എനിക്ക് പാടി തന്നിരുന്നു ആണല്ലേ? അത് ശരി ശരി. അമ്മയും സംഗീതഭൂഷണാണ്, അതുപോലെ ടീച്ചറാണ്, +2 അധ്യാപിക. ഫ്ലവേഴ്സും ടോപ്പ് സിംഗറും എപ്പോഴും കുഞ്ഞുങ്ങളെ ഒന്നിച്ചു ചേർക്കുന്നതും സ്നേഹം കൊണ്ട് എല്ലാവരും ഒന്നാണ് എന്നുള്ള ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിരഞ്ജൻ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ അഭിമാന നിമിഷങ്ങളിൽ ഒന്ന് തന്നെയാണ്. അതിനെപ്പറ്റി ഒരു സംശയമില്ല. ഇപ്പൊ ടോപ്പ് സിംഗറിലൂടെ ലോകമെമ്പാടും എത്രയോ ആയിരം, എത്രയോ ലക്ഷം ആൾക്കാരാണ് നിരഞ്ജന്റെ പാട്ട്, ആ ശബ്ദം കേൾക്കാൻ പോകുന്നത്. നിരഞ്ജൻ, വെൽക്കം ടു ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6. प्रेम भिक्षुकी ഭിക്ഷുകി ഭിക്ഷുകി ഏതു ജന്മത്തിൽ ഏതു സന്ധ്യയിൽ എവിടെ വച്ചു നാം കണ്ടു ആദ്യമായി എവിടെ വച്ചു നാം കണ്ടു
പ്രേമ ഭിക്ഷുകി 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 ഏതു ജന്മത്തിൽ ഏതു സന്ധ്യയിൽ എവിടെ വച്ചു നാം കണ്ടു ആദ്യമായി എവിടെ വച്ചു നാം കണ്ടു പ്രേമ ഭിക്ഷുകി 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 ചിരിച്ചും കരഞ്ഞും തലമുറകൾ വന്നു ചിരിച്ചും കരഞ്ഞും തലമുറകൾ വന്നു ചവിട്ടിക്കുഴച്ചിട്ട വീഥികളിൽ ഒഴിഞ്ഞ നമ്മൾ തൻ കാലടിപ്പാടുകൾ പൊടികൊണ്ടു മൂടിക്കിടന്നു എത്ര നാൾ പൊടികൊണ്ടു മൂടിക്കിടന്നു മറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ വീണ്ടും അടുക്കാതിരുന്നെങ്കിൽ ഭിക്ഷുകി ഭിക്ഷുകി നടന്നും തളർന്നും വഴിയമ്പലത്തിലെ നടന്നും തളർന്നും വഴിയമ്പലത്തിലെ നടക്കൽ വിളക്കിൻ കാൽ ചുവട്ടിൽ കിടന്ന നമ്മൾ തൻ മാനസപൂവുകൾ വിധി വന്നു നുള്ളിക്കളഞ്ഞു ഇപ്പോഴും വിധി വന്നു നുള്ളിക്കളഞ്ഞു മറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ വീണ്ടും അടുക്കാതിരുന്നെങ്കിൽ ഭിക്ഷുകി ഭിക്ഷുകി ഓ പ്രേമ ഭിക്ഷുകി 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 ഏതു ജന്മത്തിൽ ഏതു സന്ധ്യയിൽ എവിടെ വച്ചു നാം കണ്ടു ആദ്യമായി എവിടെ വച്ചു നാം കണ്ടു പ്രേമ ഭിക്ഷുകി 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 ഏതു ജന്മത്തിൽ ഏതു സന്ധ്യയിൽ എവിടെ വച്ചു നാം കണ്ടു ആദ്യമായി എവിടെ വച്ചു നാം കണ്ടു പ്രേമ ഭിക്ഷുകി 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 നല്ല ഫീൽ ഉണ്ടായിരുന്നു പാടിയതില്. നന്നായിട്ട് പാടി. ആ ഭിക്ഷുകി എന്നൊക്കെ പാടിയത് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. ഞാൻ പറഞ്ഞില്ലേ, നിരഞ്ജന്റെ ഒരു ലോകമാണ്. അതെ അതെ അതെ. നിരഞ്ജന്റെ പാട്ടിന്റെ ലോകമാണ് അത്. അവന് മാത്രം അറിയുന്ന ഒരു ലോകമാണ്. അവിടെ നമ്മൾ അറിയാതെ നമ്മൾ അങ്ങോട്ട് പോയില്ലേ. അതെ അതെ അതെ. അതാണ് അല്ലേ ക്യാപ്റ്റൻ? കറക്റ്റ്. യെസ് സർ. ചെംജ സാറ് പറഞ്ഞ പോലെ നിരഞ്ജന്റെ ലോകമാണ്. അതെ. നിരഞ്ജൻ അതില് ഇങ്ങനെ അതിന്റെ ഉള്ളിൽ ഇരുന്നിട്ടേ അവൻ നമ്മളെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നത്, ആ പറയുന്നത് ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ട്. ആ പറയുന്നത് അത് ചിലപ്പോ ആ പാട്ടിലേക്ക് നമ്മളെ മുഴുകിപ്പിച്ചിട്ടാണ് നിരഞ്ജൻ ആ പാട്ടിന്റെ ഓരോ വരിയും അതെ മുന്നോട്ടേക്ക് പാടിക്കൊണ്ടുപോകുന്നത്. ഒരുപക്ഷെ ഇവിടം പോലും മറന്നു പോകുന്നുണ്ട് അവൻ പാടുമ്പോഴത്തേക്കും, അല്ലേ? അങ്ങനെയല്ലേ? സകലം മറന്ന് പാടുന്നു എന്നൊക്കെ. എനിക്കൊന്നും അത് ചെയ്യാനേ പറ്റിയിട്ടില്ല ജീവിതത്തിൽ. സകലം മറന്ന് പാടുക എന്ന് പറഞ്ഞു. അങ്ങനെ എത്ര പേർക്ക് പറ്റുന്നുണ്ടെന്നുള്ളത്, അത് അങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ
അതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്നുള്ളത്. നിരഞ്ജനെ സംബന്ധിച്ചിടത്തോളം വേറൊരു ലോകമേ ഇല്ല, ഇത് മാത്രം, ആ സംഗീതം. പാട്ട് മാത്രം. അപ്പൊ ബാക്കിയെല്ലാം മറക്കുന്നു. ആൾക്കാർ ഇതെങ്ങനെ എടുക്കുന്നു എന്ന് കരുതുന്നില്ല, ആൾക്കാർ കൈയടിക്കുമോ എന്ന് കരുതുന്നില്ല, ആർക്കും വേണ്ടി പെർഫോം ചെയ്യുന്നില്ല. ആത്മാവിൽ നിന്ന് പാട്ട് അതിങ്ങനെ അനായാസമായി പ്രവഹിക്കുന്നു. അതാണ് നിരഞ്ജൻ. സലാം നിരഞ്ജൻ. അപ്പൊ നിരഞ്ജൻ മകനെ, ആ നമ്മുടെ ഇവിടെ കുഞ്ഞു കുഞ്ഞു അനിയന്മാരും അനിയത്തിമാരും ഉണ്ട് കേട്ടോ. ആ അവരുടെ പാട്ട് ഒന്നിച്ചിരുന്ന് കേട്ടാലോ നമുക്ക്? ആ എനിക്ക് അപ്പൊ നിരഞ്ജൻ താങ്ക് യു കേട്ടോ. ഞങ്ങൾക്ക് പാട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇനി ഇവിടെ നിന്ന് നമുക്ക് പാട്ട് കേൾക്കാം, അമ്മയുടെ അച്ഛൻ്റെയും കൂടെ. ആ. ഓക്കെ, ആ. റെഡി? ശരി, ശരി. ബൈ.